ഗുഡ് മോർണിംഗ്, വെൽക്കം ടു പൊളിറ്റിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ പൊളിറ്റിക്സിൻ്റെ രണ്ടാം ഭാഗമായ സമകാലിക ലോകരാഷ്ട്രീയം എന്ന ഭാഗത്തിലെ ശീതസമര കാലഘട്ടം എന്ന പാഠഭാഗമാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. സമകാലിക ലോകരാഷ്ട്രീയം ശീതസമരത്തിൻ്റെ അന്ത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പാഠഭാഗത്ത് നമ്മൾ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ എന്നീ രണ്ട് വൻ ശക്തികളുടെ മേധാവിത്വ സ്ഥാപനത്തിനുള്ള ശ്രമമാണ് ശീതസമരത്തിൻ്റെ കാതൽ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ശീതസമര സംഘർഷ മേഖലകളിലേക്ക് ഉള്ള എത്തിനോട്ടം ഈ പാഠഭാഗത്തിലുണ്ട്. രണ്ടാമത്തത് ചേരിചേരാ പ്രസ്ഥാനം രണ്ട് വൻ ശക്തികളുടെ മേധാവിത്വ ശ്രമത്തെ എങ്ങനെ വെല്ലുവിളിച്ചു. 3. പുതിയ അന്താരാഷ്ട്ര സാമ്പത്തിക ക്രമത്തിനായി ചേരിചേരാ പ്രസ്ഥാനം നടത്തിയ പ്രയത്നവും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സാമ്പത്തിക വികസനവും കൈവരിക്കാൻ സ്വീകരിച്ച രീതിയും. 4. ചേരിചേരാ പ്രസ്ഥാനത്തിൽ ഇന്ത്യ വഹിച്ച പങ്ക്. ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ചേരിചേരാ നയം വിജയിച്ചു. Today we are going to discuss second part of our politics textbook, Contemporary World Politics. The first unit, the Cold War era. This book discusses contemporary world politics. The end of the Cold War is the beginning of the world politics era. Therefore, this chapter begins with a discussion on the Cold War. Attempts made by the two superpowers, America and the Soviet Union, to establish their dominance is central to the Cold War. This is a glance at the different arenas of Cold War in different parts of the world. Second, how does NAM challenges the dominance of the two superpowers? Fourth one, how does NAM attempt to establish a new international economic order, NIEO, to attain political independence and economic development? Last one, what is India's role in the NAM? How successful was the policy of non-alignment protecting India's interests? ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. അമേരിക്കൻ തീരത്തിനടുത്തു കിടക്കുന്ന ഒരു ചെറിയ ദ്വീപാണ് ക്യൂബ. ഫിഡറൽ കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനമാണ് അവിടെ നിലനിൽക്കുന്നത്. അമേരിക്ക ക്യൂബയെ 1961 ഏപ്രിൽ മാസത്തിൽ ആക്രമിക്കുമെന്ന ഒരവസ്ഥ സംജാതമായി. സോവിയറ്റ് യൂണിയൻ്റെ സഖ്യരാജ്യമായിരുന്നു ക്യൂബ. സോവിയറ്റ് യൂണിയൻ ക്യൂബയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും അവർ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തിരുന്നു. അമേരിക്കൻ അക്രമത്തെക്കുറിച്ചുള്ള ഭീതി മൂലം സോവിയറ്റ് യൂണിയൻ്റെ നേതാവായ നികിത ക്രുഷ്ചേവ് ക്യൂബയെ റഷ്യൻ സൈനിക താവളമാക്കി മാറ്റി. 1962 അദ്ദേഹം ക്യൂബയിൽ ആണവായുധത്തോടു കൂടിയ മിസൈൽ സ്ഥാപിച്ചു. അതോടുകൂടി അമേരിക്കയെ തൊട്ടടുത്ത് നിന്ന് തന്നെ ആക്രമിക്കാമെന്ന സ്ഥിതിവിശേഷം സംജാതമായി. ഈ മാപ്പിൽ നമുക്ക് ക്യൂബ കാണാം, അമേരിക്കയും കാണാം. ക്യൂബയിൽ റഷ്യൻ മിസൈലുകൾ സ്ഥാപിച്ച് 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക വിവരം അറിഞ്ഞത്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡിയും അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളും രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള ഈ പ്രശ്നത്തെ വളരെ കരുതലോടെയാണ് വീക്ഷിച്ചിരുന്നത്. ക്യൂബയിൽ നിന്ന് മിസൈലുകളും അണ്വായുധങ്ങളും പിൻവലിക്കണമെന്ന് അവർ തീരുമാനിച്ചു. ക്യൂബയിലേക്ക് മിസൈലുകൾ കൊണ്ടുവന്നിരുന്ന റഷ്യൻ കപ്പലുകളെ തടയാൻ പ്രസിഡന്റ് കെന്നഡി അമേരിക്കൻ നാവികസേനയ്ക്ക് കൽപ്പന നൽകി. റഷ്യയും അമേരിക്കയും തമ്മിൽ യുദ്ധം ആസന്നമായതായി ലോകത്തിന് തോന്നി. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന പേരിൽ ഇതറിയപ്പെടുന്നു. വൻ ശക്തികൾ തമ്മിലുള്ള അണ്വായുധ യുദ്ധത്തിൻ്റെ സാധ്യത ലോകത്തെ നടുക്കിക്കളഞ്ഞു. അവസാനം ഈ വൻ ശക്തികൾ ഒത്തുതീർപ്പിലെത്തുകയും ക്യൂബയിലേക്ക് മിസൈലുകൾ കൊണ്ടുവന്നിരുന്ന റഷ്യൻ കപ്പലുകൾ തിരിച്ചു പോവുകയും ചെയ്തു. ശീതസമരം എന്നറിയപ്പെടുന്ന സ്ഥിതിവിശേഷത്തിൻ്റെ ഉച്ചസ്ഥായിയിലായിരുന്നു ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. അമേരിക്കയും സോവിയറ്റ് യൂണിയനും അവരുടെ സഖ്യശക്തികളുടെ പിന്തുണയോടെ നടത്തിയ പോരാട്ടങ്ങളും അവയുണ്ടാക്കിയ സംഘർഷങ്ങളും കിടമത്സരവുമാണ് ശീതസമരത്തിൽ കലാശിച്ചത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധമുണ്ടായി. വൻ ശക്തികളും സഖ്യരാജ്യങ്ങളും അവയിൽ ഇടപെടുകയും ചെയ്തു. എന്നാൽ മറ്റൊരു ലോക യുദ്ധമുണ്ടാകാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. ശീതസമരം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും നേതൃത്വത്തിൽ ലോകം രണ്ട് ശാക്തിക ചേരികളായി തിരിഞ്ഞു. മുതലാളിത്ത ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും. ലോകരാജ്യങ്ങളിലേറെയും ഒരു ചേരിയിൽ അല്ലെങ്കിൽ മറുചേരിയിൽ അണിനിരന്നു.
പരസ്പരം ശത്രുത വച്ചു പുലർത്തിയിരുന്ന ഈ രണ്ട് ചേരികളും തമ്മിലുണ്ടായ മത്സരവും സംഘർഷങ്ങളും പോരാട്ടങ്ങളുമാണ് പൊതുവെ ശീതസമരം എന്നറിയപ്പെടുന്നത്. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അമേരിക്കൻ സാമ്പത്തിക വിദേശകാര്യ ഉപദേഷ്ടാവായിരുന്ന ബെർണാഡ് ബറൂച്ച് ആണ്. എന്നാൽ അമേരിക്കൻ എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ വാൾട്ടർ ലിപ്മാനാണ് ഈ പദത്തിന് കൂടുതൽ പ്രചാരം നൽകിയത്. ശീതസമരം എന്നത് വൻ ശക്തികൾ തമ്മിലുള്ള വെറുമൊരു കിടമത്സരമോ സൈനിക സഖ്യങ്ങളുടെ കാര്യമോ അധികാരശക്തിയുടെ സന്തുലനമോ മാത്രം ആയിരുന്നില്ല. ഇതിനോടൊപ്പം പ്രത്യയശാസ്ത്രപരമായ ഏറ്റുമുട്ടലുകളും ഉണ്ടായിരുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സഖ്യം ഉദാര ജനാധിപത്യത്തെയും മുതലാളിത്തത്തെയും ഏറ്റവും നല്ല പ്രത്യയശാസ്ത്രമായി കണ്ടപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള കിഴക്കൻ സഖ്യം സോഷ്യലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയുമായ പ്രത്യയശാസ്ത്രത്തോട് പ്രതിജ്ഞാബദ്ധമായിരുന്നു. അപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്തവും റഷ്യയുടെ നേതൃത്വത്തിലുള്ള സോഷ്യലിസവും തമ്മിലുള്ള ഒരു മത്സരം കൂടിയായിരുന്നു ശീതസമരം എന്നുകൂടി നമുക്ക് പറയാൻ കഴിയും. Cuban Missile Crisis. Cuba is a small island lying near the American coast. Fidel Castro was the president with its communist system government. In April 1961, it was under the threat of attack by America. Cuba was an ally of the Soviet Union. It got both financial and diplomatic help from the USSR. The USSR leaders feared America would attack and conquer Cuba. Nikita Khrushchev, the leader of the Soviet Union, wanted to turn Cuba into a Russian base. With this intention, he placed nuclear missiles in Cuba in 1962. This placed the US under threat of fire from close range, so they doubled their base in the American mainland. At Kennedy's order, American warships were to intercept any Russian vessels moving towards Cuba. Kennedy thought that this would be a warning to the Soviets. A clash between the USSR and the USA was imminent. People all over the world became nervous over it. They knew that any war between these superpowers would affect the entire world. This is called the Cuban Missile Crisis. To the great relief of people the world over, the superpowers decided to avoid such a clash. The Soviet warship turned back. This Cuban Missile Crisis was a very important aspect of the Cold War. The Cold War was not limited to power rivalry alone, but it extended ideological conflict, differences over the best and the most appropriate way of organizing political, economic and social life. The Western Alliance were headed by the US, monarchy and capitalism. The Eastern Allies had the Soviet Union at the head. They were committed to socialism and communism. Cold War. The term Cold War stands the competition, tension and confrontation between the United States and the Soviet Union. Some nations supported the United States and others backed the Soviet Union. Fortunately for us, the Cold War did not turn into a hot war. Even though small wars took place at a regional level in different parts of the world, a global war was avoided. The phrase Cold War was first used by the American economist and Foreign Affairs advisor Mr. Bernard Baruch, but it was Mr. Walter Lippmann, writer and political analyst, who gave it wide publicity. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ക്യൂബൻ മിസൈൽ ക്രൈസിസ്? ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഒരു പാഠത്തിൻ്റെ തുടക്കം എന്ന രീതിയിൽ അല്പം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 2 ചോദ്യങ്ങളുമുണ്ട്. ഒന്ന്, വാട്ട് ഈസ് ക്യൂബൻ മിസൈൽ ക്രൈസിസ്? ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്നാൽ എന്താണ്? 2, വാട്ട് ഈസ് കോൾഡ് വാർ? ശീതസമരം എന്നാൽ എന്താണ്? 2 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ എഴുതി എനിക്ക് അയച്ചു തരിക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.